നമ്മക്കിപ്പോ എന്താ വേണ്ടേ? ജാനിക്കൊരു കല്യാണാലോചന പറയുമ്പോ ഇത് കൊള്ളാലോ എന്ന് വിജയനെ കൊണ്ട് തോന്നിപ്പിക്കണം. എന്നാലും എപ്പോഴെങ്കിലും സത്യം അറിയുമല്ലോ. എടി, ആദ്യം തോന്നുന്ന ഇഷ്ടക്കേടാ ഏറ്റവും വലിയ ഇഷ്ടക്കേട്. ആദ്യം ഒന്ന് മനസ്സിൽ കയറിയാ പിന്നെ ഒരുമാതിരി ഇഷ്ടക്കേടൊക്കെ പൊരുത്തപ്പെട്ടു പൊക്കോളും. അപ്പോഴേക്കും കല്യാണാലോചനയെ നാനാവശത്തൊന്നും നമുക്കങ്ങ് മുറുക്കാം. എന്തെങ്കിലും സ്ത്രീധനം കൊടുക്കണ്ടേ അമ്മേ? ഓ, എല്ലാം കൂടെ ഒരു 10 പവൻ. 10 പവനോ? അത്ര അവക്ക് കൊടുക്കാനോ? എടി, അത്രയും കൊടുക്കാതെ ഇന്നത്തെ കാലത്തൊരു പിച്ചക്കാരനെ പോലും കിട്ടില്ല, അതറിയാവോ? എന്നാലും 10 പവൻ. അത് പോട്ടേന്ന് വെക്ക്. ഒന്നുമില്ലല്ലോ, ഇത്രയും വർഷക്കാലം നിന്റെ വീട്ടിൽ കിടന്ന് പണിയെടുത്തതല്ലേ? ഒരു വേലക്കാരി നിർത്തിയിരുന്നെങ്കിൽ ഇതിന്റെ 4 ഇരട്ടി ശമ്പളം കൊടുക്കണ്ടായിരുന്നോ? എന്തെങ്കിലും ആവട്ടെ, ശല്യം പൊയ്ക്കോളൂല്ലോ. ഞാനേ കരുനാഗപ്പള്ളി ചെന്നിട്ട് ചെറുക്കന്റെ വീട്ടുകാരോട് വിവരങ്ങളൊക്കെ പറയാം. അതിനകം നീ വിജയനെ കൊണ്ട് സമ്മതിപ്പിക്കണം. പെണ്ണ് കാണല് നടത്തണ്ടേ? വേണം വേണം. നല്ലൊരു ദിവസം നോക്കി ഞാൻ ചെറുക്കൻ കൂട്ടരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. എന്നാ വരണ്ടെന്ന് ഞാൻ പറയാം. അമ്മയെല്ലാം ഒന്ന് പറഞ്ഞു വെച്ചിരുന്നാ മതി. ഒരുപാട് വൈകണ്ട. നല്ല കാര്യങ്ങൾ വെച്ച് താമസിപ്പിക്കരുതെന്നാ. ആ, ഇപ്പോഴാ എനിക്കൊരു സമാധാനമായത്. ഞാൻ പോന്നോണ്ടാണോടി? പോ അമ്മേ, ഒരു തമാശ. നീ സമാധാനമായിട്ട് സന്തോഷമായിട്ട് കഴിയുന്നത് കാണണം. മക്കളുടെ സന്തോഷമാ പെറ്റ തള്ളയ്ക്ക് വലുത്. ആ, എല്ലാം ഭംഗിയായിട്ട് നടന്നാ മതിയായിരുന്നു. എന്നാ പോട്ടേടി. ശരി, ഞാൻ അങ്ങി എന്നിട്ട് വിളിക്കാവേ. ആ. ഹലോ. ഹലോ വിജയേട്ടാ. ആ, പറഞ്ഞോ. അവിടെ എന്ത് ചെയ്യുവാ? ഞാൻ എന്ത് ചെയ്യാനാ ഈ രാത്രിയിൽ? ഇന്ന് കള്ളുകുടിയും കമ്പനിയൊന്നും ഇല്ലേ? പിന്നെ നിന്റെ വിചാരം എന്തടി രത്തമ്മേ? എന്നും ഞാനിവിടെ കുടിച്ച് മതിച്ച് രസിക്കുകയാണ് അല്ലേ? ആ, അങ്ങനെ തന്നെയാ. എന്നാ അങ്ങനെ തന്നെ. കുടി മാത്രമല്ല, കുറച്ച് മോഷണവും വ്യഭിചാരവും എല്ലാം ഉണ്ട്. വിജയേട്ടൻ എന്തിനാ ഉള്ളത് പറയുമ്പോ ദേഷ്യപ്പെടുന്നേ? ദേഷ്യപ്പെട്ടെന്ന് ആര് പറഞ്ഞു? നീ എന്നെ പറ്റി ഓരോന്ന് പറയുന്ന കേൾക്കുമ്പോ എനിക്ക് അഭിമാനമല്ലേ? ഇപ്പൊ നീ എന്റെ കയ്യൊക്കെ ഒന്ന് കാണണം. രോമാഞ്ചമൊക്കെ പൊട്ടി മുളച്ചിട്ട് കുളിര് കോരാ. മതി, എനിക്ക് മനസ്സിലായി. ഞാൻ എന്തു പറഞ്ഞാലും വിജയേട്ടന് പുച്ഛം.